എടുക്കണോ മേലോട്ട് ചൂഞ്ഞച്ച? ഞാൻ എടുത്ത് ഷിഹാബിനെ എടുത്ത് സംസാരിക്കട്ടെ. കാണുന്നില്ലല്ലോ ആള്. ആളുണ്ട്, ആള് വന്ന് മേളിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആണോ? ഓക്കെ. അതായത് സന്തോഷിച്ച് മേളിൽ വന്നതിന് വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. സംസാരിച്ചോളൂ ഷിഹാബെ. ചോദിച്ചോളൂ. പറഞ്ഞോ. കണ്ടു ഇപ്പൊ കണ്ടു. ഞാനൊന്ന് താഴെ ഇറങ്ങിയിട്ട് മേലെ കയറിയപ്പോ ആളെ കണ്ടു. അതായത് ഷിഹാബെ, ഇന്നലെ നമ്മുടെ എന്ത് ചെയ്തു, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഇഞ്ചിയിലും അതുപോലെ തന്നെ തൗറാത്തും സത്യപ്പെടുത്തിയിരിക്കുന്നു ഖുറാനിൽ വ്യക്തമായിട്ട്. പക്ഷെ ഇപ്പോഴത്തുള്ള പണ്ഡിതന്മാർ വന്നിട്ട് നിങ്ങളൊരു പണ്ഡിതനാണെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ പറയുന്ന ഇഞ്ചിലും തൗറാത്തെല്ലാം കൈകടത്തിയതാണ്. കാല് കടത്തിയ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടിട്ട് ആ കാല് കടത്തിയതെങ്കിലും വിശ്വസിക്കും. ഓക്കെ, സംസാരിച്ചോളൂ ഷിഹാബ്. ഓക്കെ. പിന്നെ താഴെ ഇതിന്റെ ഈ റൂമിന്റെ താഴെ കേൾവിക്കാരുണ്ടല്ലോ, എത്ര മുസ്ലിങ്ങളുണ്ട്? ചിലപ്പോ എന്റെ കൂട്ടുകാരൻ മാത്രമേ കാണത്തുള്ളൂ. എത്ര പേരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ മുഹമ്മദിന്റെ പേരിടാൻ പോലും എല്ലാവർക്കും, ഒരു മുസ്ലിമിന് മുഹമ്മദിന്റെ പേരിടാൻ പോലും നാണക്കേട്. അപ്പം ജോണ്, ജോയി, മത്തായി, മർക്കോസ് ഇതൊക്കെ പറഞ്ഞാണ് പേരിട്ട് വരുന്നത്. അതുകൊണ്ട് എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ താഴെ ഇരിക്കുന്ന ആളുകൾ മിക്ക ആളുകളും മുസ്ലിങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഈ ഇരിക്കുന്നവര്, താഴെ ഇരിക്കുന്നവര്. അതിലേതാണ് ഫേക്ക് ഐഡിയ? ഷിഹാബേ, ഇപ്പോഴേ തലയിൽ മുണ്ടിട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയില്ല. തലയിൽ മുണ്ടിട്ട ഓരോരുത്തരും നടക്കുന്നത്. കാരണം മുഹമ്മദിന്റെ ജീവിതവും അനുഭവവും പ്രവൃത്തിയൊക്കെ കാണുമ്പോഴേ നേരിട്ട് മാറി വിരിച്ച് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഇപ്പൊ മനുഷ്യന് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നുള്ള പേരിലാണ് ഓരോരുത്തരും നമ്മളെ ഗ്രൂപ്പിൽ, എത്രയോ മുസ്ലിങ്ങൾ ഗ്രൂപ്പിലുണ്ട് ഇപ്പൊ. അവരൊക്കെ കടന്നു വരുന്നതാ. അത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് അവര് മാറിയിരിക്കുക. അത്രമാത്രം ദുരിതങ്ങളാണ്. അപ്പൊ താഴെ ഇരിക്കുന്ന മിക്ക ആളുകളും മുസ്ലിങ്ങളാണെന്നാണ് സാധ്യത. മുസ്ലിങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. അതല്ലേ ബുദ്ധിമുട്ട്. തിരിച്ചറിയാൻ പറ്റിയായിരുന്നെങ്കിലല്ലേ പ്രശ്നങ്ങൾ. തിരിച്ചറിയാൻ പറ്റില്ല. ആരെങ്കിലും, ഞാൻ ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നു. ആ വിഷയത്തെ കുറിച്ച് ഷിഹാബിന് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലോ, ഇവിടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ളതായ മുഹമ്മദിനെ ആര് പ്രവാചകനാക്കിയെന്നോ അതിന്റെ കാര്യകാരണ സഹിതല്ലേ നമ്മൾ പറയുമ്പോൾ തെളിവ് വേണം. തെളിവില്ലാതെ ഒരു കാര്യം, ഇന്ന തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ തെളിവിട്ടുകൊണ്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് ഷിഹാബിന്. അതുകൊണ്ടാണ് മേലോട്ട് വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തെളിവ് സഹിതമായിരിക്കും മറുപടി പറയാ എന്ന് ചുരുക്കം. അത് ഞങ്ങൾ തെളിവ് ഇല്ലാത്ത ഒരു കാര്യം പറയത്തില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ സംസാരിക്കും. ഇവിടെയുള്ള ഓരോ വ്യക്തികളും തെളിവ് സഹിതം തന്നെയാണ് മറുപടി പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കുറെ കാര്യങ്ങൾ സംസാരിച്ച് അതിനിടയിൽ അലി എന്ന് പറഞ്ഞ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് 6-ാം നൂറ്റാണ്ടില് ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്ത്യാനിയുടെ പേര് പറയാൻ പറ്റുമോ? സിഹാബ്, ഇതൊക്കെ മുട്ടാതർക്കമല്ലേ? അതിന് ഉത്തരവില്ലെങ്കിൽ വേണ്ട. മുട്ടാതർക്കത്തിനല്ലല്ലോ മറുപടി പറയാൻ. നമുക്കൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിനല്ലേ മറുപടി പറയാൻ. അല്ലാതെ ഈ മുട്ടാതർക്കത്തിനുള്ള മറുപടി അല്ല. അറിയില്ല ഉത്തരം. മുട്ടാതർക്കത്തിനല്ലല്ലോ മറുപടി. ഇതുകൊണ്ട് നമുക്കിപ്പോ, അതുകൊണ്ട് അന്ന് 6-ാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടായത് കൊണ്ട് ഷിഹാബിനും വലിയൊരു പ്രശ്നമില്ല, ഇപ്പൊ എനിക്കും വലിയൊരു പ്രശ്നമില്ല, അദ്ദേഹത്തിന്റെ ഏത് ആണെങ്കിലും പോലും. പക്ഷെ ഒരു വരട്ട് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. വരട്ട് ക്രിസ്ത്യാനി അറിയാം. അടുത്ത ചോദ്യം. അതായത് വറക്കയാണോ? വരട്ട് ക്രിസ്ത്യാനി മുഹമ്മദ് പോയി ആയത്തിറക്കാൻ വേണ്ടി ബൈബിളിലെ ഉള്ള കാര്യങ്ങളെല്ലാം പോയി പഠിക്കാൻ പോയ ആള്. അടുത്ത ചോദിക്കാം. ഈ വർക്കത്ത് ബിനു നൗഫലാവട്ടെ, ഇനി അന്ന് നിങ്ങളുടെ അറിവിലുള്ള ആരാവട്ടെ, അന്ന് ബൈബിൾ ഉണ്ടായിരുന്നു എന്നതിനൊരു തെളിവ് എനിക്ക് തരൂ. അന്ന് 6-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ്.
അല്ല, ഷിനാദിന്റെ ഒരു ഉത്തരം ഞാൻ പറയട്ടെ. ഷിനാദ് 6-ാം നൂറ്റാണ്ടിലുള്ള ക്രിസ്ത്യൻസിന്റെ നെയിമാണോ വേണ്ടേ? 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബൈബിൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ്. 6-ാം നൂറ്റാണ്ടിലേക്കാളും ഉണ്ടായിരുന്നത് നേരത്തെ ബൈബിൾ കൊണ്ടല്ലേ ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാളത്തെ മറ്റു ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്. 6-ാം നൂറ്റാണ്ടില് 6-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള മുതൽ മാനുസ്ക്രിപ്റ്റ് അവൈലബിൾ അല്ലേ? 6-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നതിന് തെളിവാണ് ഞാൻ ചോദിച്ചത്. 6-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഇല്ലാഞ്ഞിട്ടാണോ അതിന് മുമ്പ് ബൈബിൾ ഉണ്ടായിരുന്നത് തെളിയിച്ചാൽ മതിയോ? അതൊന്നും എനിക്കറിയില്ല. 6-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നോ ഇല്ലെന്നുള്ളതിന് തെളിവാണ് 6-ാം തരേണ്ടത്. നൂറ്റാണ്ടിലെ മാനുസ്ക്രിപ്റ്റ് ഞാൻ എടുത്തു തരാം. ഒരു മിനിറ്റ് വെയിറ്റ്. ഏത് ബൈബിളിന്റെ തെളിവാ വേണ്ട? മുഹമ്മദ് പോയി പകർത്തി എഴുതാൻ വേണ്ടി ഉപയോഗിച്ച ബൈബിളിന്റെ ആണോ അതോ മറ്റു സ്ഥലങ്ങളിലുള്ള ബൈബിളിന്റെ ആണോ? ബൈബിൾ ബൈബിൾ എത്ര സൈസ്? അല്ല, മുഹമ്മദ് കോപ്പി അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ബൈബിൾ ഉണ്ടല്ലോ 6-ാം നൂറ്റാണ്ടിൽ മദീനയിലുള്ള ആ ബൈബിളിന്റെ ആണോ വേണ്ട? അതാണ് ഞാൻ ചോദിച്ചത്. ബൈബിൾ എത്ര സൈസ് ഉണ്ട്? അങ്ങനെ നോക്കിയാൽ നമുക്ക് ഖുറാൻ ഇഷ്ടം പോലെ ഒരു 37 ടൈപ്സ് ഓഫ് അറബിക് ഖുറാൻ ഉണ്ടല്ലോ. ഹഫ്സ്, വർഷ്, കാലൂൻ, അൽദൂരി, അൽസൂസി എന്നും പറഞ്ഞ ഇഷ്ടം പോലെ ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള അറബിക് ഖുറാൻ അല്ലേ. ഒരിടത്ത് വായിക്കുന്നതല്ല ഒരിടത്ത് വായിക്കുന്നത്. ഒരിടത്ത് യുദ്ധം ചെയ്യാൻ പോകാൻ പറയുമ്പോൾ ഒരിടത്ത് കൊല്ലാൻ പറയും. അങ്ങനെയുള്ള പല പല വെർഷൻസ് ഓഫ് അറബിക് ഖുറാൻ അല്ലേ. നിങ്ങളുടെ അതിനകത്ത് ഏത് വെർഷനാ അള്ളാഹു ഇറക്കി കൊടുത്ത, ഏത് വെർഷനാ മുഹമ്മദ് ഇറക്കി കൊടുത്തെന്ന് പോലും നിങ്ങൾക്ക് പോലും അറിയത്തില്ല, നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് പോലും അറിയത്തില്ല. പിന്നെ നിങ്ങൾ കടന്ന് ബബ്ബ അടിക്കുന്നത്. ഓക്കെ, 6-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നതിന് തെളിവ് വെച്ചു. 6-ാം നൂറ്റാണ്ടിലേക്കാളും മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചത് 6-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നതിന് തെളിവാണ്. ഉണ്ടോ ഇല്ലേ? ഷിനാദ കേട്ടോ, ഞാൻ വായിക്കാം. ഒരു മിനിറ്റ്. 6th സെഞ്ചുറി മൈ ബൈബിൾ മാനുസ്ക്രിപ്റ്റ് 124p എന്ന് പറഞ്ഞ് വിക്കിപീഡിയയിൽ അടിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. ആരെഴുതിയതാ? 6th സെഞ്ചുറി ഇലുമിനേറ്റഡ് മാനുസ്ക്രിപ്റ്റ് 19p. പിന്നെ 6th സെഞ്ചുറി മാനുസ്ക്രിപ്റ്റ് അഷോമോളൻ പാർച്ച്മെന്റ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. കോഡെക്സ് വെർണോനിസിസ്, കോർപ്പസ് അഗ്രിമെന്റോറും റൊമാനോറും, അങ്ങനെ ഇഷ്ടം പോലെ മാനുസ്ക്രിപ്റ്റ് അവൈലബിൾ ആണല്ലോ. ഇതേ ഇരിപ്പുണ്ടല്ലോ. അല്ല, 6-ാം നൂറ്റാണ്ടില് തന്നെയാണ്. 6-ാം നൂറ്റാണ്ടില് തന്നെയാണ്. എന്താണ് സഹോദര, നിങ്ങൾ എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതല്ലേ. അല്ലല്ല, ദേഷ്യപ്പെടുന്നല്ല. ഒരു മിനിറ്റ്. 6-ാം നൂറ്റാണ്ടിലെ വായിച്ചു കഴിഞ്ഞപ്പോ നീ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ ഇരുന്ന് തിരിക്കണ്ടായിരുന്നല്ലോ. എന്താ സ്മൈലി ഇട്ടേ? നിന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞ വിക്കിപീഡിയയിലുണ്ടെന്ന്. സഹോദര, മാന്യമായി സംസാരിക്കൂ. അതിനുശേഷം ഈ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഖുറാൻ ഉണ്ടോന്നും ചോദിക്കണേ. അതിനുശേഷം 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലെയും ഖുറാന്റെ കാര്യം ഒന്ന് ചോദിക്കണേ. അതുപോലെ ഒരു സെക്കൻഡ്. ഷിഹാബ് ചോദിക്കുന്നത് അന്നത്തെ ബൈബിൾ ഇന്ന് ഓരോരുത്തരുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ ചോദിക്കാം. ഞാൻ എന്താണ് ചോദിക്കുന്നത്? ഞാൻ ചോദിക്കാം. നിങ്ങളിപ്പോ ചോദിച്ചത് ഏതാണ്? നിങ്ങൾ ചോദിച്ചത് ഏതാണ്? ബൈബിളാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ് അല്ലല്ല, ന്യൂക്ലിയർ വ്യവസ്ഥയായിട്ട് പറഞ്ഞു. എന്താണ് അന്നുള്ള ബൈബിള് ഗൂഗിളില് അടിച്ചപ്പോ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ നിങ്ങൾ എന്താ ന്യൂക്ലിയർ കയ്യിൽ വെച്ചിരിക്കുന്ന കാര്യം? അപ്പൊ ഞാനത് ഞാൻ കേട്ടല്ലോ. പറഞ്ഞത് ഞാൻ കേട്ടിട്ട് പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരാണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ മൂപ്പര് പറഞ്ഞതിന് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക? അച്ചൻകുഞ്ഞ്, എന്താണ് അവസ്ഥ? ഓക്കെ, 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ ബൈബിളിനെതിരായിട്ടാണ് പ്രവാചകൻ സംസാരിച്ചതെന്നാണ് പറയണത്. അപ്പൊ ഓരോ കാര്യങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു. 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബൈബിളിലത്തെ ഒരു കാര്യം വായിക്കൂ, അതിനെതിരായിട്ട് പ്രവാചകൻ സംസാരിച്ച ഒരു വിഷയം പറയൂ. അങ്ങനെ എനിക്ക് ഇതിന് ബൈബിളിനെ കുറിച്ച് പഠിക്കാനാ. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങാം. 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബൈബിൾ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നിരിക്കുന്നത്. അല്ല, ഞങ്ങളുടെ ആരും കൂട്ടിയിട്ട് കത്തിച്ചിട്ടില്ല ഈ സാധനം. 6-ാം നൂറ്റാണ്ടിൽ ബൈബിളിന്റെ കത്തിച്ചിട്ടില്ല കയ്യിലുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ഒരു മിനിറ്റ് നിന്നിട്ടില്ല. ഉസ്മാൻ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ 6-ാം നൂറ്റാണ്ടില് ഉണ്ടായിരുന്ന ബൈബിളിന് ബൈബിൾ എന്ന് തന്നെയാണോ പേര് പറഞ്ഞിരുന്നത്? വേറെ എന്തെങ്കിലും പേരാണോ പറഞ്ഞിരുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ബൈബിള് തന്നെയാണ്. ബൈബിളായിട്ട് തന്നെയാണ് നിൽക്കണം. അല്ലാതെ ഇടക്കിടക്ക് വർഷം കാലൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ടില്ല ഞങ്ങള്.
അതെ, അപ്പൊ ബൈബിളായിട്ട് തന്നെയാണ് നിലനിന്നിരുന്നത്. ബൈബിളിന് അന്നുണ്ടായിരുന്ന ഒരു മിനിറ്റ് ചോദിക്കട്ടെ സഹോദരന്മാരെ, എന്നാ നിങ്ങൾ സംസാരിക്കും. മറുപടി പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പക്ഷെ എന്തൊരു കഷ്ടാണെന്ന് നോക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് 6-ാം നൂറ്റാണ്ട്, എന്നെ റിമൂവ് ചെയ്യരുതിട്ടാ, പലപ്പോഴും ഈ റൂമിൽ നിന്ന് റിമൂവ് ചെയ്യാറുണ്ട്, ഞാൻ ആദ്യമേ പറയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് 6-ാം നൂറ്റാണ്ടിൽ ബൈബിൾ എന്ന് തന്നെയാണ് പേര് പറഞ്ഞിരുന്നത്. അപ്പൊ ഏതായിരുന്നാലും അറബിയാണല്ലോ പ്രവാചകൻ, മുഹമ്മദ് പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി അറബിയാണ്. അറബികൾ ഇതിന് പറഞ്ഞിരുന്ന പേരെന്താണ്? ബൈബിൾ എന്നാണോ പറഞ്ഞിരുന്നത്? അത് നിങ്ങളല്ലേ പറയേണ്ടത്. പക്ഷെ എന്തൊരു കഷ്ടാണ്. അപ്പൊ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ലേ? അറബി ക്രിസ്ത്യാനികൾ, അറബി യഹൂദന്മാരുണ്ടായിരുന്നു. യഹൂദന്മാര് അറബി ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അറബി ക്രിസ്ത്യാനികൾ നിങ്ങൾ പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ ബൈബിളിന് പേര് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ബൈബിളിൽ തന്നെ. ബൈബിൾ അറബി വേടാ? ബൈബിൾ അറബി വേടാണോ സഹോദര? ഇഞ്ചീൽ എന്ന് പറഞ്ഞു. ഇഞ്ചിയില് തന്നെയാണ്. ആയിക്കോട്ടെ, ഇഞ്ചിയില് തന്നെയാണോ ഇന്നുള്ള ബൈബിള്? അതെ. ഓക്കെ, ഇന്നുള്ള ബൈബിളും അന്നുണ്ടായിരുന്ന ഇഞ്ചിയിലും തമ്മില് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. ഇഞ്ചിയിൽ എടുത്ത ഒരാള്, ഞാൻ ബൈബിൾ എടുക്കാം, നിങ്ങൾ ഇഞ്ചിയിൽ എടുത്തു. അങ്ങനല്ലോ. ശരി, എടുത്തു സംസാരിച്ചു. ഓക്കെ, ഇഞ്ചിലിന്റെ പുറംചട്ടേമല് എഴുതിയിട്ടുള്ള എന്നാണ് അന്നുണ്ടായിരുന്ന ഇഞ്ചിലിന്റെ പുറംചട്ടേമല്? വായിച്ചോ, നിങ്ങൾ വായിക്കും. ബൈബിളും അല്ല, താങ്കളുടെ 2 പുസ്തകം ഇരിപ്പില്ലേ? നിങ്ങൾ ഇഞ്ചിയിൽ എടുക്കുക, ഞാൻ ബൈബിൾ എടുക്കുക. 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളാണ്. ഞാൻ അങ്ങനെ ഒരു അവകാശം വെച്ചിട്ടില്ല ഇവിടെ. ഓക്കെ, 6-ാം നൂറ്റാണ്ടിൽ തീരുമാനിക്കുന്നത് അത് നിങ്ങളാണ്. ഇഞ്ചിയിൽ എടുക്കേണ്ടത്. 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അറബി ഇഞ്ചിയിൽ തന്നെയാണോ എടുക്കേണ്ടത്? 6-ാം നൂറ്റാണ്ടില് ബൈബിളിന് ഇഞ്ചിയിൽ എന്നാണ് പേര് പറഞ്ഞിരുന്നത്. ഇഞ്ചിയിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇഞ്ചിയിൽ എടുക്കുക. ഓക്കെ, അല്ല, ആ ഇഞ്ചിയിൽ അറബിയിലാണോ ഞാൻ വായിക്കേണ്ടത്? ഇഞ്ചിയിൽ എടുത്താ മതി. എങ്ങനെ വായിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. നീ അള്ളാഹുവിന്റെ അടിമയല്ലേ? അടിമ ഇവിടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ലേ? ഞാനൊന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഉപകാരാവൂലേ? അതെ, ഞാൻ ഉപകാരമാക്കി തരാം. ഒരു മിനിറ്റ്. ഷിനാദ് സ്വയം പൊങ്ങണ്ട, അവിടെ മിണ്ടാതിരിക്കും. അവിടെ ഷിനാദല്ല, ഷിഹാബ്. ഷിഹാബ്. സോറി. ഉണ്ടോ ഇവിടെ? പറഞ്ഞോളൂ. ഇഞ്ചിയിലെ മുഖവര ഒന്ന് വായിച്ചേ. ഇഞ്ചിയിലെ മുഖവര ഒന്ന് വായിച്ചേ. പരമോന്നതനും സർവശക്തനുമായ ഇലാഹ് കഴിഞ്ഞ കാലത്ത് അവിടുത്തെ സത്യങ്ങൾ ക്രമാനുസൃതമായി തന്റെ സന്ദേശവാഹകരായ അൻബിയാക്കന്മാർക്കും റസൂലുകൾക്കും മുഖാന്തരം അറിയിച്ചു. തമ്പുരാന്റെ സത്യങ്ങളെ മനുഷ്യന് മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും പരിമിതി ഉള്ളത് കൊണ്ടാണ് അവ പടിപടിയായി തുടർച്ചയായി നൽകിയത്. ഈ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചത് ഇലാഹിന്റെ സന്ദേശവാഹകർ രേഖപ്പെടുത്തിയ കിതാബുകളിലൂടെയും ഏടുകളിലെയും ആണ്. തൗറാത്ത്, സബൂർ, സഹിഫ്, അൻബിയ, ഈ 3 ഭാഗങ്ങളും ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട്. എന്താ ഇതിനും പ്രശ്നം? എന്താ? ബാക്കി പറഞ്ഞു. ഇനി നിങ്ങൾ വായിച്ചേ. ഒരു മിനിറ്റ്. ബൈബിളിലെ പഴയ നിയമത്തിലുണ്ടെന്ന് ഇഞ്ചിയിലുണ്ടാ? ഞാൻ പറഞ്ഞു, എന്നോട് വായിക്കാൻ പറഞ്ഞു, ഞാൻ വായിച്ചു. ഇനി താങ്കൾ ആ ബൈബിൾ എടുത്ത് വായിച്ചേ. ബൈബിളിലെ പഴയ നിയമത്തിൽ ഉണ്ട് എന്ന് ഇഞ്ചിയിലിൽ ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞു വായിക്കാൻ പറഞ്ഞു, ഞാൻ വായിച്ചു. ബാക്കി വായിക്ക്. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ കിടന്നിട്ട് കരയാൻ തുടങ്ങി. വായിര് വായിച്ചേ. അല്ല, ചോദിക്കുന്ന കേൾക്ക് സഹോദരൻ. നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. നിങ്ങൾ ഇത് വേറെ വൈകാരികമായിട്ട് എടുക്കല്ലേ ഇതിനെ? നിങ്ങൾ എന്താണ് ഷിഹാബിനെ പോലെ ഒരു മുസ്ലിം അല്ലല്ലോ ഞങ്ങൾ. വൈകാരികമായിട്ടോ തെറിവിളി ഒന്നും തുടങ്ങത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഇനി താങ്കൾ വായിക്കൂ. താങ്കളെ ബൈബിൾ ചോദിക്കുന്നത് ആമുഖം വായിക്കൂ. ആമുഖം വായിക്കൂ ഷിഹാബെ. വെയിറ്റ് ചെയ്യൂ സഹോദര, നമുക്ക് പഠിക്കലല്ലേ ഇത്. ഞാൻ സംസാരിക്കട്ടെ. എനിക്ക് സംസാരിക്കാൻ അവസരം തരില്ല.
എനിക്ക് സംസാരിക്കാനുള്ള ശരി, അവസരം ഒരു വരൂലെങ്കിൽ കാര്യം പിന്നെ ചെയ്യ്, നിങ്ങളോട് ഒരു കാര്യം ചെയ്യ്. സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. മോഡറേറ്റർമാരോട് പറയണം, മോഡറേറ്റർമാരെ പുള്ളിക്ക് ഒരു സമയം കൊടുക്കുക, എനിക്കും സമയം തരിക. ഓക്കെ, ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഇന്ന് ഇവിടെ ഇരിക്കുക. പുള്ളി ഓക്കെ സമയം മോഡറേറ്റർമാരായാലും തീരുമാനിച്ച സമയം കൊടുത്തേ. സോൾജർ ഉണ്ടോ? സോൾജർ ഉണ്ടോ? അച്ഛൻബ്രോ, ഞാൻ ഡ്രൈവിംഗിലാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാ അലമ്പകരെ ഓക്കെ മോഡി ചെയ്യാമല്ലോ. ഓക്കെ, ഞാൻ നോക്കാം. അങ്ങോട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ നിങ്ങൾ പറഞ്ഞത് വെയിറ്റ് ഷിഹാബ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ. ഷിഹാബ് ഇവിടെ ആദ്യം പറഞ്ഞു, അജീഷിന്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞു, അജീഷ് അത് വായിച്ചു. ഇനി ഷിഹാബിന്റെ അവസരമാണ്. താങ്കളുടെ ഇരിക്കുന്ന ഇഞ്ചിലിന്നോ ബൈബിളിന്നോ ആ മുഖവരെ ഒന്ന് വായിച്ച്. ഓക്കെ, ഞാനിവിടെ ആദ്യം ചോദിച്ച ചോദ്യം താങ്കൾ അറബികൾ ആദ്യം ചോദിച്ച എന്തായിരുന്നു? ചോദ്യമല്ല, വ്യക്തത വരണ്ടേ സഹോദര, സംസാരത്തിൽ വ്യക്തത വരണ്ടേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്നാ നിങ്ങൾ ഇരുന്ന് പറഞ്ഞോ. വ്യക്തത അല്ല, വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അജീഷ് ഇവിടെ പേടിയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് വായിച്ചു. സംസാരിച്ചോ. താങ്കളുടെ അവസരമാണ്. ഇറ്റ്സ് യുവർ ടേൺ. വായിക്കും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ഒറ്റയ്ക്ക് പോയാൽ മതി. സംസാരിച്ചോ. ഞാനിത് വ്യക്തത വരുത്തട്ടെ. ഇപ്പൊ പേടി എന്താണ് തോന്നുന്നത് തനിക്കാണല്ലോ. ചോദിച്ചത്? ഇപ്പൊ പേടി തോന്നുന്നത് തനിക്കാണ്. ഞാനൊന്ന് പറയട്ടെ സഹോദര, എന്താണ് ഇവിടെ നടന്നതെന്നുള്ളൊന്ന് പറയട്ടെ. ഇവിടെ പറയണ്ട, വായിച്ചാ മതി. വായന മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തൊരു കയ്യിരിക്കുന്ന പുസ്തകത്തിൽ വായിക്കും. എന്താണ് ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറുന്നത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ. കൈ പുസ്തകമില്ല, ബൈബിളിന് പറഞ്ഞിരുന്ന പറയുന്ന കേൾക്ക്, ബൈബിളിന് പറഞ്ഞിരുന്ന പേര് ഇഞ്ചിയിലാണെന്ന് പറയുകയും ഇഞ്ചിലിന്റെ മുഖവരയിൽ പഴയ ബൈബിളിൽ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് അജീഷ് പറഞ്ഞത്. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം പഴയ ബൈബിളിൽ ഉണ്ട് എന്ന് ഇഞ്ചിലിൽ എഴുതിയിട്ടുണ്ടെന്ന്. അതൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടെ, ഒന്ന് കാണട്ടെ. അത് കള്ളത്തരമാണ് ഷിഹാബ് പറയുന്നത്. അത് കള്ളത്തരം. ഞാൻ അങ്ങനല്ല വായിച്ചത്. ഇത് കേട്ടതിന്റെ കുഴപ്പമാണ്, മനസ്സിലായോ? കണ്ടവൻ അങ്ങോട്ട് മാറിയിരിക്കെ, കേട്ടവൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ആ മുഹമ്മദി ഇടപാടാണ്. ഞാൻ വായിച്ചത് എന്താണ്? ഇത് കേട്ടു നോക്ക്. ഈ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചത് ഇലാഹിന്റെ സന്ദേശവാഹകർ രേഖപ്പെടുത്തിയ കിതാബുകളിലൂടെയും ഏടുകളിൽ കൂടെയാണ്. തൗറാത്ത്, സബൂർ, സഹിഫ്, അൻബിയ, ഈ 3 ഭാഗങ്ങളും ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. തൗറാത്ത്, തോറ, സബൂർ, സങ്കീർത്തനം, സഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രവാചകന്മാരുടെ ഇത് പഴയ നിയമത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇനി ബാക്കി പഴയ നിയമം ബനു ഇസ്രായേലുമായി ഇലാഹി പഴയ നിയമത്തിലുണ്ടെന്ന് എവിടെയാണ് പറയണത്? പഴയ നിയമത്തിലുണ്ട് എന്ന് എവിടെയാ? താങ്കൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ലാത്തോണ്ടാണ് താങ്കൾ മൈക്ക് മ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കട്ടെ. പഴയ നിയമത്തിൽ ഉണ്ട് എന്ന് എവിടെയാണ് പറഞ്ഞത്? ഒരു മിനിറ്റ്. പഴയ നിയമത്തിൽ എന്തുണ്ടെന്നാണ് താങ്കൾ കേട്ടത്? സബൂറ്, അംബിയ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിതാബുകളുടെ പേര് പറഞ്ഞില്ലേ? അതൊക്കെ ഉണ്ട്. ഇത് നമ്മൾക്ക് കിട്ടിയത് പഴയ നിയമത്തിൽ നിന്നാണെന്ന് എവിടെയാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ വായിച്ചതല്ല പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാവും? വായിച്ചതാണ് ചോദിക്കുന്നത്, വായിച്ചത് തന്നെയാണ് ചോദിക്കുന്നത്. എന്നാ ഒരു കാര്യം, ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ താങ്കളുടെ ഇപ്പൊ ഇഞ്ചിയിൽ ഇരിപ്പില്ല, അതൊന്ന് വായിച്ചാ ഞാൻ വായിച്ചപ്പോ നിങ്ങൾ നോണ പറഞ്ഞതാ? നോണ പറഞ്ഞതാ? അല്ല, താങ്കൾ കള്ളത്തരം പറയുന്നു. ഞാൻ പുസ്തകം തുറന്നു വെച്ച് വായിക്കുന്നു, താങ്കളുടെ പുസ്തകമില്ല. ഇഞ്ചിയിൽ തുറന്നു വെച്ചിട്ടല്ലേ വായിക്കുന്നത്? ഇഞ്ചിയിൽ തുറന്നു വെച്ചിട്ടല്ലേ വായിക്കുന്നത് അല്ലേ? നിങ്ങളോട് ഞാൻ ഇഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു. അല്ല, ഇഞ്ചിയിൽ എടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അല്ല, പറയുന്ന കേൾക്കൂ. ഞാൻ ഇഞ്ചിയിൽ എടുത്ത് വായിച്ചു. ഞാൻ പിടിച്ചോളാം. അല്ല, പറഞ്ഞു ഇഞ്ചിയിലെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വായിച്ചത് തെറ്റാണ്. ഇനി ഷിഹാബ് ആ ഇഞ്ചിയിലൊന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകുന്നുള്ളൂ. ഷിഹാബ് ഇഞ്ചിയിൽ വായിച്ചേ. വായിക്കാൻ പോവാണ്. ഇഞ്ചിയിൽ വായിച്ചിട്ട് എവിടെ പോവുള്ളൂ, മനസ്സിലായോ? എന്ന് വായിച്ചിട്ട് ഇനി പോയാൽ മതി. പറയുന്ന കേൾക്ക. ഇഞ്ചിയിൽ വായിച്ചിട്ട് ബാക്കി ഇനി സംസാരം. ഇഞ്ചിയിൽ വായിക്കും. അതായത് ഇഞ്ചിയില് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഇഞ്ചിയിൽ ഉണ്ടോ ഇല്ലെന്നാണ് എന്റെ ചോദ്യം. പഴയ നിയമത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടെന്ന്? പഴയ നിയമത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടെന്ന്? സബൂർ, നമുക്ക് ഈ പിന്നെ സന്ദേശങ്ങൾ ലഭിച്ചത് സബൂറിൽ നിന്നും അൽ അംബിയയിൽ നിന്നും ഒക്കെയാണ്. ഇത് നമ്മൾക്ക് കിട്ടിയത് പഴയ ബൈബിളിൽ നിന്നാണ്. ഓക്കെ, പഴയ നിയമത്തിൽ നിന്നാണ് എന്നാണ് നിങ്ങൾ ഇവിടെ വായിച്ചത്. ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചു. ഒന്നുകൂടെ വായിക്കാം.
ഞാനിത് ഇല്ല ഷിഹാബ് ഇനി ആ ഇഞ്ചിയിലെടുത്ത് വായിച്ചതിന് ശേഷം വായിക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ കള്ളത്തരം പറയാൻ പാടില്ല ഷിഹാബ്. ഷിഹാബ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് വായിച്ചിട്ട് എന്ത് കാര്യം അജീഷേ? ആര് പറഞ്ഞു? എന്റെ ഇരിക്കുന്ന ഇഞ്ചിയിൽ സുവിശേഷം എന്ന് പറയുന്ന നിത്യജീവന്റെ വചനം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അടിച്ചിറക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഇതിന്റെ അകത്ത് നിങ്ങളുടെ ആൾക്കാർ ഇതിന്റെ അകത്ത് ആരടിച്ചിറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈബിൾ സൊസൈറ്റി മലയാളത്തിലേക്ക് സാധനം ഇവിടെ മഞ്ചേരി മലപ്പുറം സൈഡിൽ ഇഷ്ടംപോലെ സാധനം, ഇഷ്ടംപോലെ മുസ്ലിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സാധനമാണ്. അവിടുന്നാണ് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്നാണ് 2 കോപ്പി ഇരുന്നിട്ട് ഒരെണ്ണം ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് മഞ്ചേരിന്ന്. ഷിഹാബ് വലിയ കളി കളിച്ചിട്ടോ. ഇത് ബൈബിൾ സൊസൈറ്റി അടിച്ചിറക്കിയ പുസ്തകം. മുസ്ലിങ്ങളുടെ മിക്ക വീടുകളിലും ഇത് കൊടുത്തിട്ടുമുണ്ട്. അവരുടെ വീട്ടിലിരിപ്പുണ്ട്. 1 കോപ്പി മാത്രം എൻ്റെ ഉണ്ടായിരുന്നപ്പോഴത്തേനാണ് നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു മഞ്ചേരിയിൽ ഒരു മുസ്ലിമിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന സാധനമാണ് ഈ വായിക്കുന്നത്. അവരും ഇത് വായിച്ചിട്ട് അവർക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യമായിരിക്കുക. ഷിഹാബ് ഒരു കാര്യം ചെയ്യ്, ഇത് വായിച്ചേ, ഇഞ്ചിയിൽ വായിച്ചേ, ഇഞ്ചിയിലെ ആമുഖം ഒന്ന് വായിച്ചേ. ഇഞ്ചിലിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളത് കേട്ടോടാ. ഇഞ്ചിലിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കാണ് പഴയ ബൈബിളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ഇഞ്ചിലിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കാണ്. അപ്പൊ ഇഞ്ചിലിന് മുന്നേ പഴയതായ ഒരു ബൈബിൾ വായിച്ചേ സഹോദര. ഇഞ്ചിലിന് മുന്നേ പഴയ ഒരു ബൈബിൾ ഉണ്ടെന്നാണ് അജീഷ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ വായിക്കാത്തത്. നിങ്ങൾ ആദ്യം ഇതിലൊരു നിങ്ങളത് വായിച്ചോ. അല്ല, നിങ്ങൾ എന്താണ് പറഞ്ഞത് ഒരു ക്ലാരിറ്റി ആദ്യം വരുത്തട്ടെ. അതായത് നിങ്ങളത് വായിച്ചോ, നിങ്ങളത് വായിച്ചോ. കയ്യിൽ പുസ്തകം പറഞ്ഞാൽ മതി. വരുത്താൻ പറ്റൂല. ഒരു മിനിറ്റ് ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ലൈവിൽ നിന്ന് ഞാനിപ്പോ കേൾപ്പിച്ചോളാം. ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ. ഏത് ലൈവ് ആയാലും ഇവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി, അതായത് അല്ല നീ ചോദിച്ചാലുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ കിടന്നുകൊണ്ട് ഉരുളുകയാണ്. കാരണം എന്താ അറിയോ, പിടിവിട്ടു പോയി. കാരണം നീ വിചാരിച്ച് ഞങ്ങളുടെ കയ്യിൽ പുസ്തകമൊന്നും ഇല്ല. ഞാനെന്താ പറഞ്ഞെന്നുള്ള ഞാൻ ആ ലൈവിൽ നിന്ന് കേൾപ്പിച്ചു തരാന്നേ. നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. അതാണ് സംഭവം. അത് തന്നെ, അതാണ് തെറ്റിദ്ധാരണയുടെ മൂർത്തിഭാവമാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. നീ എന്ത് വിചാരിച്ചു ഞങ്ങളുടെ ഈ പുസ്തകം ഒന്നുമില്ല, ഇവിടെ വന്ന് കിടന്നിട്ട് സംസാരിക്കാമെന്നോ? ഞാനിപ്പോ കാണിച്ചു തരാം. കുഞ്ഞെ ഞാൻ എന്താ പറഞ്ഞെന്നുള്ള ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാന്നേ. ഒരു മിനിറ്റ്. ആ ദിക്ക് എന്റെ ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ ഇത്? അതെ, യൂട്യൂബിന്റെ ലൈവ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഷിഹാബ് കാദിയാനിയാന്ന് തോന്നുന്നു. കാദിയാനിയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എനിക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരാളില്ല. കാദിയാനിസം വളരെ മനോഹരമായിട്ടുള്ള വിഷയം. തൂറ്റിൽ പിടിച്ച ചത്ത ആളുടെ അനുയായിയാണോ? അത് തന്നെ. ഒരു മിനിറ്റ്. ഷിഹാബ് കാദിയാനിയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എനിക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരാളില്ല. കാദിയാനിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചില പ്രവചനങ്ങളൊക്കെ ഉണ്ട്. ഈ കാദിയാനിയുടെ പ്രവചനം അതൊന്ന് പഠിച്ചാൽ ഭയങ്കര രസമാണ്. ഈ മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അവിടെയും പെണ്ണ് കേസാണ് മെയിനായിട്ട്. പെണ്ണില്ലെങ്കിൽ ഇസ്ലാം ഇല്ല അല്ലേ? ഇല്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഈ പെണ്ണുങ്ങളാ. ഇതുപോലെ തന്നെ കാദിയാനിയുടെയും ജീവചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. അദ്ദേഹത്തിന്റെയും ജീവിത രീതി പെണ്ണിനെ ആസ്പദമാക്കിയ. അത് കാദിയാനിസ് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ള കാര്യം. അത് ലോക തട്ടിപ്പാണ്. ഗുൽ അഹമ്മദ് കാദിയാനി 20 വർഷത്തോളം കാലെ കൂടെ അപ്പി ഒഴുകി നടന്ന ആള് പറഞ്ഞാണ് എനിക്ക് വഹി വരുമ്പോഴത്തേനും വയറിളക്കം ഉണ്ടാകാറുണ്ടെന്ന്. നിക്ക് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഒരു മിനിറ്റ് ഇതേ കേട്ടോ. പറഞ്ഞോളൂ. ഇഞ്ചിയിലെ മുഖവര പറഞ്ഞോളൂ. വായിച്ചോ, ഒന്ന് വായിച്ചേ. ഇഞ്ചിയിലെ മുഖവര വായിച്ചേ. ശരിക്കും കേട്ടോണേ. കള്ളത്തരം ആരാണ് പറഞ്ഞതെന്നുള്ളത് ശരിക്കും കേട്ടോണം കേട്ടോ. എന്റെ കയ്യിൽ പുസ്തകം ഇരിക്കുന്നത്. പുസ്തകത്തിന്റെ ആ മുഖവര പോലും ഇല്ലാത്തവരാണ് നമ്മൾ കള്ളനാന്ന് പറയാൻ വേണ്ടി വരുന്നത്. പരമോന്നതനും സർവശക്തനുമായ ഇലാഹ് കഴിഞ്ഞ കാലത്ത് അവിടുത്തെ സത്യങ്ങൾ ക്രമാനുസൃതമായി തന്റെ സന്ദേശവാഹകരായ അൻബിയാക്കന്മാർക്കും റസൂലുകൾക്കും മുഖാന്തരം അറിയിച്ചു. തമ്പുരാന്റെ സത്യങ്ങളെ മനുഷ്യന് മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും പരിമിതി ഉള്ളത് കൊണ്ടാണ് അവ പടിപടിയായി തുടർച്ചയായി നൽകിയത്.
ഈ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചത് ഇലാഹിന്റെ സന്ദേശവാഹകർ രേഖപ്പെടുത്തിയ കിതാബുകളിലൂടെയും ഏടുകളിലെയാണ്. തൗറാത്ത്, സബൂർ, സഹിഫ്, അൻബിയ ഈ 3 ഭാഗങ്ങളും ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട്. എന്തായാലും പ്രശ്നം എന്താ? ബാക്കി പറഞ്ഞു കേട്ടല്ല കേട്ടല്ല ഞാൻ എന്താണ് പറഞ്ഞത്? 3 പഴയ നിയമത്തിലും അല്ല നിക്ക് ഷിഹാബെ നിക്ക്, ഞാൻ പറഞ്ഞതിന് ശേഷം സംസാരിക്കൂ. പഴയ നിയമത്തിലുണ്ട്, ഞാൻ പുതിയ നിയമത്തിലേക്ക് കേറിയിട്ടില്ല. ആ സംഭവത്തെയാണ് പുള്ളി പുതിയ നിയമത്തിനെ പഴയ നിയമത്തിന്റെ അകത്തേക്ക് എന്തിനാ ഷിഹാബ് ഈ കള്ളത്തരം പറയാൻ വേണ്ടി വരുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ 3 ഭാഗങ്ങളും എവിടെ ഉണ്ടെന്ന്? 3 ഭാഗങ്ങളും ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട്. എന്ന് ഇഞ്ചിയിൽ എഴുതിയിട്ടുണ്ടാ? അങ്ങനെ ഇഞ്ചിയിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇഞ്ചിലിന്റെ മുഖവുരല്ലേ വായിച്ചത്? ഇഞ്ചിലിന്റെ മുഖംവരെ എഴുതിയിട്ടുണ്ട്. അതിന് ബൈബിളിന്റെ ഒരു ആമുഖമാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം പുതിയ നിയമം എന്താണെന്നുള്ളതിന്റെ ആ മുഖവരെയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ എഴുതാറില്ലേ? ഖുറാന്റെ തഫ്സീറുകളുടെ ഫ്രണ്ടിൽ എഴുതി വെക്കാറില്ലേ? മക്ക സൂറയും മദീന സൂറയും എന്താണെന്നുള്ളതിനെ പറ്റി മുഖവരെ എഴുതി വെക്കാറില്ലേ? പഴയ നിയമത്തിലെ 3 ഭാഗങ്ങളും പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിലുണ്ട്. തൗറാത്ത് എന്ന് പറയുന്ന തോറ, സബൂർ എന്ന് പറയുന്നത് എന്താണ്? സബൂർ എന്ന് വെച്ചാൽ എന്താ? സബൂർ എന്ന് വെച്ചാൽ എന്താ? സബൂറാന്ന് വെച്ചാൽ ഞങ്ങളോട് ഷാവുക്കാടെ മോളെ പേരുന്ന സബൂറാന്ന്, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള. അത് 6 വയസ്സുകാരി പെണ്ണല്ലേ? മറ്റേ നീ പീഡിപ്പിച്ച പെണ്ണാണോ? ഇപ്പൊ 6 വയസ്സായി. അടുത്ത വർഷം 7 വയസ്സാണ്. ശരി. അപ്പൊ ഞാൻ അല്ല, സബൂർ എന്ന് വെച്ചാൽ എന്താ? ഇഞ്ചിയിലെന്ന് അല്ല, തോറ എന്ന് വെച്ചാൽ എന്താ? തോറ എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പഠിക്കാനല്ലേ? അറിയില്ല. അപ്പൊ സബൂർ എന്താണെന്നും അറിയില്ല? ഇല്ല, ഒന്നും അറിയില്ല. അല്ലല്ല, നിനക്ക് അറിയാൻ വയ്യാത്ത അല്ല, നിനക്കൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ ചോദിച്ചോണ്ടെന്ന് അറിവുള്ളവരുണ്ട് ചോദിക്കാൻ. അപ്പൊ ഞാൻ നിന്നോടല്ല ചോദിച്ചത്. അതിപ്പോ സബൂർ എന്താണെന്ന് അറിയത്തില്ല, ഇഞ്ചിയിൽ എന്താ അല്ല സബൂർ എന്താണെന്ന് അറിയത്തില്ല, ഇഞ്ചിയിൽ എന്താണെന്ന് അറിയത്തില്ല, തോറ എന്താണെന്ന് അറിയത്തില്ല, നിനക്ക് അമ്പിയാക്കളുടെ പുസ്തകങ്ങൾ ഇതൊന്നും നിനക്ക് അറിയത്തില്ല. നിനക്ക് ഖുറാൻ എന്താണെന്ന് അറിയാമോ? ഇനി മിണ്ടതില്ല, ഇനി ഒന്നും അറിയൂല. ഒന്നും അറിയൂല. നീ ഒരക്ഷരം മുഹമ്മദിനെ പോലെ തന്നെ ജീവിതകാലം മുഴുവനുള്ള ഒരു അക്ഷരപ്പൊട്ടാണ് കടന്ന് ബോധ്യമായി. നിങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരല്ലേ? ഞാൻ പഠിക്കാൻ മ്യൂട്ട് ചെയ്യല്ലേ? ഞാൻ ചോദിച്ച ആരും മ്യൂട്ട് ചെയ്യുന്നത്? അങ്ങനെ ഇനി വേറെ അല്ല ഒരു മിനിറ്റ് അല്ലല്ല നിക്ക് വേറൊരു കാര്യം പറയട്ടെ. ഉത്തരം ഉണ്ടോ ഇല്ലേ? ഉത്തരം നീ ചോദിച്ചതിന് ഞാൻ മറുപടി തന്നല്ലോ ഷിഹാബ്. നീ എന്തിനാ ഈ കിടന്നിട്ട് ഞാൻ പറയണത്? ഒന്നുകൂടെ ചോദിച്ചേ. ഇഞ്ചിലിന്റെ മുഖവുര വായിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കടലാസ് എടുത്ത് വായിക്കുന്നു. അതെന്താണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏതാവട്ടെ, നിങ്ങൾ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വായിക്കുന്നത് അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഈ മൂന്ന് കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ട് എന്ന് ഇഞ്ചീലിന്റെ മുഖവരയിൽ ഉണ്ടോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ വായിച്ചത് പഴയ നിയമത്തിൽ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രവചനങ്ങൾ പലതും ഇടപെടല്ലേ? ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത് പഴയ നിയമത്തിലുണ്ട്. ഓക്കെ, പഴയ നിയമം എടുത്തിട്ടൊന്ന് കാണിച്ചെന്ന് സബൂർന്ന്. സബൂർ അതാണ് സബൂർ എന്ന് പറയുന്നതാണ് സങ്കീർത്തനം പഴയ നിയമത്തിൽ. അതറിയത്തില്ലേ? ദാവീദിന് കൊടുത്ത സങ്കീർത്തനത്തിനാണ് സബൂർ എന്ന് പറയുന്നത്. ശരി, ഈ ഒരു മിനിറ്റ് പഴയ നിയമത്തിൽ ഈ കാര്യങ്ങൾ കാണിച്ചു തരാനാണ് ഞാൻ പറഞ്ഞത്. പഴയ നിയമം ഞാൻ ചോദിച്ചത്. കാര്യങ്ങൾ പഴയ നിയമത്തിൽ കാണിച്ച പഴയ നിയമത്തിൽ അഞ്ച് ഗ്രന്ഥങ്ങൾ. തോറ എന്ന് പറയുന്നത് 5 എണ്ണം. എന്താണ്? മോശൈക പുസ്തകം 5 എണ്ണം. അതിന് തോറ എന്ന് പറയും. നീ മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നീ അറിയാൻ വയ്യാത്ത കുഞ്ഞല്ല, കുട്ടിയല്ലേ. അവിടെ ഇരിക്കുക. ഞാൻ പറഞ്ഞുതരാം. തൗറാത്ത് എന്ന് പറയുന്നത് എന്താണ്? തോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പുസ്തകങ്ങൾ. മനസ്സിലായോ? മോശ എഴുതിയ 5 പുസ്തകങ്ങൾ. ഇനി സബൂർ എന്ന് പറയുന്നത് സങ്കീർത്തനം. അത് നീ ബൈബിളിന്റെ അകത്ത് നോക്കിയാൽ മതി. സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട്. അതിനാണ് സബൂർ എന്ന് പറയുന്നത്. പിന്നെ അൻബിയാക്കളുടെ പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാരുടേതായിട്ടുള്ള പ്രവചന പുസ്തകങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇത് 3ഉം ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ളതിൻ്റെ അകത്ത് അടങ്ങിയതാണ്. ഇത് 3 എണ്ണവും. നിനക്കത് വായിക്കാനുള്ള കഴിവില്ലാത്തപ്പോൾ സബൂർ എന്താണ്, തോറ എന്താണ്, ഇഞ്ചീൽ എന്താണ്, അമ്പിയാക്കളുടെ പുസ്തകം എന്താണ് നിനക്കറിയാൻ വയ്യാത്തത്. ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ ഷിഹാബേ. ഇനി എന്താണ്? ഇത് 3 എണ്ണവും പുസ്തകത്തിന്റെ അത് നിന്റെ ബൈബിൾ ഉണ്ടെങ്കിൽ നീ ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ ഇരിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ അകത്ത് ഉൽപ്പത്തി മുതലും മലാക്കി വരെയുള്ള പുസ്തകത്തിന്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയിൽ തുടങ്ങുന്നത് മത്തായിയുടെ സുവിശേഷം മുതൽ അങ്ങോട്ടാണ്. ആ ഇഞ്ചിലിന് മുമ്പായിട്ടുള്ളതാണ് മലാക്കിയുടെ പുസ്തകം. എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഈ മലാക്കി വരെയുള്ള പുസ്തകത്തിന്റെ അകത്ത് തോറയുണ്ട്, സബൂറും ഉണ്ട്, അമ്പിയാക്കളുടെ പുസ്തകമുണ്ട്. ഇനി എന്താണ്? ഈ മലാക്കി ഒന്നും നിങ്ങൾ വായിച്ചിരുന്നില്ലല്ലോ? ഈ മലാക്കി എന്തിനാ മുഖവരയിൽ നിന്ന്
ഇല്ല, മലാക്കി വായിക്കേണ്ട കാര്യമില്ല. കാരണം പഴയ നിയമ അമ്പിയാക്കളുടെ പുസ്തകങ്ങൾ മലാക്കി വരെയാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയാണ് തോറ, സബൂർ, അമ്പിയാക്കളുടെ പുസ്തകം. അല്ല, തൗറാത്ത്, സബൂർ, പിന്നെ വായിച്ചത് എന്താണ്? അൽ അൽ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം വായിച്ചല്ലോ, എന്താണ്? അതെന്താണ് ശരിക്കും കേട്ടില്ലായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കി എന്തായിരുന്നു. അല്ല, ആദ്യമായിട്ട് കേൾക്കണ പേരുകളല്ലേ, ചിലപ്പോ ഒരു അല്ല, ഇവിടെ എന്താ ആദ്യമേ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഞാൻ ഇഞ്ചിയിലെടുത്തു, നിങ്ങൾ ഇഞ്ചിയിലെടുത്ത് വാക്കി, ഞാൻ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്റെ അറിവുള്ള മനുഷ്യനാണ്, ആദ്യമായിട്ട് കേട്ട പേരല്ല. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ബൈബിൾ എടുക്കാന്നാ പറഞ്ഞത്. അല്ലല്ല, സഹീഫ് ഈ അൻബിയാക്കളുടെ പുസ്തകം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പ്രവാചക പുസ്തകങ്ങളെയാണ് പറയുന്നത്. പ്രവചനങ്ങൾ നിവൃത്തിയാക്കുന്ന പ്രവാചക പുസ്തകം. പറഞ്ഞത് അൽ അംബിയ എന്ന് പറഞ്ഞത് ഒരു പുസ്തകമാണ്, അത് കുറെ പുസ്തകങ്ങൾ കൂടിയതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അംബിയ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു. ശരി, ഓഡിയോ പ്ലേ ചെയ്യൂ. അറബി അറിയാത്ത ഒരാള് വെറുതെ എന്തിനാ വാക്ക് എടുത്ത് യൂസ് ചെയ്യുന്നത്? അമ്പിയാക്കളുടെ പുസ്തകം എന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഒരു മിനിറ്റ്, ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ലൈവിൽ നിന്ന് ഞാനിപ്പോ കേൾപ്പിച്ചോളാം. ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ? ഏത് ലൈവ്? ആദ്യാനിസം വളരെ മനോഹരമായിട്ടുള്ള വിഷയം. ഇഞ്ചിലിന്റെ മുഖം വരെ എഴുതിയിട്ടുണ്ട്. അതിന് ബൈബിളിന്റെ ഒരു ആമുഖമാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം പുതിയ നിയമം എന്താണെന്നുള്ളതിന്റെ ആ മുഖവരെയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ എഴുതാറില്ലേ? ഖുറാന്റെ തഫ്സീറുകളുടെ ഫ്രണ്ടിൽ എഴുതി വെക്കാറില്ലേ? മക്ക സൂറയും മദീന സൂറയും എന്താണെന്നുള്ളതിനെ പറ്റി മുഖവര എഴുതി വെക്കാറില്ലേ? ഈ 3 ഭാഗങ്ങളും പഴയ നിയമത്തിലുണ്ട്. ആ പഴയ നിയമത്തിലുണ്ട്. തൗറാത്ത് എന്ന് പറയുന്നത് തോറ, സബൂർ എന്ന് പറയുന്നത് എന്താണ്? സബൂർ എന്ന് വെച്ചാൽ എന്താ? സബൂർ എന്ന് വെച്ചാൽ എന്താ? സബൂറാന്ന് വെച്ചാൽ ഞങ്ങളോട് ഷാവുക്കാരുടെ മോളെ വരുന്ന സബൂറാന്ന് എന്റെ വീടിന്റെ അത് 6 വയസ്സുകാരി പെണ്ണല്ലേ? മറ്റേ നീ പീഡിപ്പിച്ച പെണ്ണാണോ? ഇപ്പൊ ഓക്കെ, ശരി ശരി, ഓക്കെ. ആ ശരി ശരി, ഓക്കെ. അപ്പൊ ഞാൻ അല്ല, സബൂർ എന്ന് വെച്ചാൽ എന്താ? ഇഞ്ചിയിൽ അല്ല, തോറ എന്ന് വെച്ചാൽ എന്താ? തോറ എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ പഠിക്കാനല്ലേ? അറിയില്ല. അപ്പൊ സബൂർ എന്താണെന്നും അറിയില്ല? ഇല്ലല്ലോ, ഒന്നും അറിയില്ല. അല്ലല്ല, നിനക്ക് അറിയാൻ വയ്യാത്ത, അല്ല നിനക്കൊന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ ചോദിച്ചോണ്ടെന്ന് അറിവുള്ളവർ വേണ്ട ചോദിക്കാൻ. അപ്പൊ ഞാൻ നിന്നോട് വായിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു കടലാസെടുത്ത് വായിക്കുന്നു. അതെന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏതാവട്ടെ, നിങ്ങൾ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വായിക്കുന്നത് അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഈ മൂന്ന് കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ട് എന്ന് ഇഞ്ചീലിന്റെ മുഖവരയിൽ ഉണ്ടോ ഇല്ലെന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ വായിച്ചത് പഴയ നിയമത്തിൽ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടപെടല്ലേ? ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത് പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമം എടുത്തിട്ടൊന്ന് കാണിച്ചെന്ന് സബൂർ അതാണ് സബൂർ എന്ന് പറയുന്നതാണ് സങ്കീർത്തനം പഴയ നിയമത്തിൽ. അതറിയത്തില്ലേ? ദാവീദിന് കൊടുത്ത സങ്കീർത്തനത്തിനാണ് സബൂർ എന്ന് പറയുന്നത്. ശരി, ഒരു മിനിറ്റ് പഴയ നിയമത്തിൽ ഈ കാര്യങ്ങൾ കാണിച്ചു തരാനാണ് ഞാൻ പറഞ്ഞത്. പഴയ നിയമത്താണെന്നല്ല ഞാൻ ചോദിച്ചത്. കാര്യങ്ങൾ പഴയ നിയമത്തിൽ കാണിച്ചു. പഴയ നിയമത്തിൽ 5 ഗ്രന്ഥങ്ങൾ. തോറ എന്ന് പറയുന്നത് 5 എണ്ണം. എന്താണ്? മോശൈക പുസ്തകം 5 എണ്ണം. അതിന് തോറ എന്ന് പറയും. നീ മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നീ അറിയാൻ വയ്യാത്ത കുഞ്ഞല്ല, കുട്ടിയല്ലേ? അവിടെ ഇരിക്കും, കുട്ടി എവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. തൗറാത്ത് എന്ന് പറയുന്നത് എന്താണ്? തോറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പുസ്തകങ്ങൾ. മനസ്സിലായോ? മോശ എഴുതിയ 5 പുസ്തകങ്ങൾ. ഇനി സബൂർ എന്ന് പറയുന്നത് സങ്കീർത്തനം. അത് നീ ബൈബിളിന്റെ അതിൽ നോക്കിയാൽ മതി. സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, അതിനാണ് സബൂർ എന്ന് പറയുന്നത്. പിന്നെ അൻബിയാക്കളുടെ പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാരുടേതായിട്ടുള്ള പ്രവചന പുസ്തകങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇത് 3ഉം ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ളതിന്റെ അകത്ത് അടങ്ങിയതാണ്. ഇത് 3 എണ്ണവും. നിനക്കത് വായിക്കാനുള്ള കഴിവില്ലാത്തപ്പോ സബൂർ എന്താണ്, തോറ എന്താണ്, ഇഞ്ചീൽ എന്താണ്, അമ്പിയാക്കളുടെ പുസ്തകം എന്താണ് നിനക്കറിയാൻ വയ്യാത്തത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ ഷിഹാബേ. ഇനി എന്താണ്? ഇത് 3 എണ്ണവും പുസ്തകത്തിന്റെ അത് നിന്റെ ബൈബിൾ ഉണ്ടെങ്കിൽ നീ ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ ഇരിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ അകത്ത് ഉൽപ്പത്തി മുതലും മലാക്കി വരെയുള്ള പുസ്തകത്തിന്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയിൽ തുടങ്ങുന്നത് മത്തായിയുടെ സുവിശേഷം മുതൽ അങ്ങോട്ടാണ്. ആ ഇഞ്ചിലിന് മുമ്പായിട്ടുള്ളതാണ് മലാക്കിയുടെ പുസ്തകം. എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഈ മലാക്കി വരെയുള്ള പുസ്തകത്തിന്റെ അകത്ത് തോറയുണ്ട്, സബൂറും ഉണ്ട്, അമ്പിയാക്കളുടെ പുസ്തകമുണ്ട്. ഇനി എന്താണ്? വായിക്കേണ്ട കാര്യമില്ല. കാരണം പഴയ നിയമ അമ്പിയാക്കളുടെ പുസ്തകങ്ങൾ മലാക്കി വരെയാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയാണ് തോറ, സബൂർ, അമ്പിയാക്കളുടെ പുസ്തകം. അല്ല, തൗറാത്ത്, സബൂർ, പിന്നെ വായിച്ചത് എന്താണ്?
എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വായിച്ചിട്ടുണ്ട്. അതെന്താണ് ശരിക്കും കേട്ടില്ല. എന്ന് പറയുന്ന സാധനം അജീഷ് ബ്രദർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഷിഹാബെ എവിടാണ് ഞാൻ അൽ എന്ന് പറഞ്ഞിട്ട് വായിച്ചത്? ഇപ്പൊ നാട്ടുകാരെല്ലാരും കേട്ടതല്ലേ, പിന്നെ അത് തന്നെയാ പറയുന്നത്. നീ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? ഞാൻ പറയാതെ ഇത്ര ലൈവായിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യം കേൾപ്പിച്ചിട്ട് നീ എന്തിനാ ഷിഹാബ് ഈ കള്ളത്തരം പറയുന്നത്? നീ എന്തിനാ ഈ തെറി പറയുന്നത്? ഷിഹാബ് എന്തിനാ നീ തെറി പറയുന്നത്? ഷിഹാബ് എന്തിനാ തെറി പറയുന്നത്? ഷിഹാബ് എന്തിനാ തെറി പറയുന്നത്? ഷിഹാബ് ഞാൻ പറയുന്ന കള്ളത്തരം ഷിഹാബ് എന്തിനാ തെറി പറയുന്നത്? ഷിഹാബ് എന്തിനാ തെറി പറയുന്നത്? ഞാൻ തെറി പറഞ്ഞതിന്റെ കാരണം പറയാനാണ് ഞാൻ പോണത്. മ്യൂട്ട്. എന്തിനാ ഇങ്ങനെ തെറി പറയുന്നത് ഷിഹാബ്? ഞാൻ തെറി പറഞ്ഞതിന്റെ കാരണം പറഞ്ഞുതരാം. മ്യൂട്ട്. കണ്ടോ? അപ്പൊ ഷിഹാബ് തെറി പറഞ്ഞത് ഷിഹാബ് തന്നെ ഉറപ്പിച്ചു. നിങ്ങൾ ഞാൻ തെറി പറഞ്ഞതിന്റെ കാരണം പറയുന്ന വ്യക്തികളെ ഞങ്ങൾ ഇവിടെ ഇരുത്താറില്ല ഷിഹാബ്. അതല്ല നസ്രാന അവിടെ എന്തിനാ ഷിഹാബ് ഇങ്ങനെ തെറി പറയുന്നത്? ഞാൻ പറഞ്ഞ അജീഷേ അപ്പൊ ഷിഹാബ് ഇവിടെ ഈ റൂമിൽ കയറി വന്ന് തെറി പറയാൻ വേണ്ടിയാണോ പറയുന്ന കേൾക്ക അജീഷേ? ഷിഹാബ് എന്തിനാ ഷിഹാബ് ഇങ്ങനെ തെറി പറയുന്നത്? എന്തിനാ ഷിഹാബ് എന്തിനാ ഈ തെറി പറയുന്നത്? ഒന്ന് മ്യൂട്ട് ചെയ്യ ഷിഹാബ്. എന്തിനാ ഇങ്ങനെ തെറി പറയുന്നത് ഷിഹാബ്? ഷിഹാബ് മുഹമ്മദിനെ തെറി വിളിക്കുന്നത്. ഷിഹാബ് പേടിക്കുന്നത് അല്ല, പേടിയല്ല ഷിഹാബ്, തെറി പറയാതെ ഇവിടെ ഒത്തിരി പേര് കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ ഷിഹാബ്. ഷിഹാബ് പേടിയുടെ അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെറി പറയുന്നത്? ഷിഹാബ് ഇവിടെ വന്നിട്ട് തെറി പറഞ്ഞായിരുന്നോ? ഷിഹാബ് ഇവിടെ വന്നിട്ട് തെറി പറഞ്ഞായിരുന്നോ? ഷിഹാബ് ഇവിടെ വന്നിട്ട് തെറി പറഞ്ഞായിരുന്നോ? ഷിഹാബ് ഇത്ര നേരമായിട്ട് ഇവിടെ തെറി പറഞ്ഞു. ഷിഹാബ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഷിഹാബ് ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി, എന്നിട്ട് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഷിഹാബ് ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. ഷിഹാബ് ഈ റൂമിൽ വന്നിട്ട് ഇത്ര നേരമായിട്ട് തെറി പറഞ്ഞായിരുന്നോ? അപ്പൊ ഞാൻ അജീഷിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഹാബ് ഇത്ര നേരമായിട്ട് ഇവിടെ തെറി പറഞ്ഞായിരുന്നോന്നാ ഞാൻ ചോദിച്ചത്. പറഞ്ഞു നിങ്ങൾ എന്ത് വേണം? അല്ലല്ല ഷിഹാബ്, ഞാൻ അല്ലല്ല താങ്കളുടെ ചോദ്യത്തിനല്ല ഞാൻ മറുപടി വന്നോണ്ടിരിക്കുകയാണ്. എന്റെ ചോദ്യത്തിന് മറുപടി ഷിഹാബ് ഇത്ര നേരമായിട്ട് ഇവിടെ വന്നിട്ട് തെറി പറഞ്ഞായിരുന്നോന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞിരുന്നോ? എന്ത് വേണേലും പറഞ്ഞു. അല്ല ഷിഹാബിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഷിഹാബ് തെറി പറഞ്ഞായിരുന്നോ? ഷിഹാബ് തെറി പറഞ്ഞായിരുന്നോ? ഷിഹാബ് തെറി പറഞ്ഞായിരുന്നോ? ഷിഹാബ് തെറി പറഞ്ഞായിരുന്നോ? ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാം നമുക്ക്. ഷിഹാബ് തെറി പറഞ്ഞായിരുന്നോ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല. ഷിഹാബ് എന്താണ് പറഞ്ഞെന്നുള്ള കേൾക്കാം. ഓഡിയോ പ്ലേ ഓൾറെഡി പ്ലേ ചെയ്ത് ഷിഹാബിന് ഇപ്പൊ ഓർമ്മയില്ല. ഷിഹാബിന് ഓർമ്മയില്ല ഷിഹാബ് തെറി പറഞ്ഞോ ഇല്ലയോന്ന്. ഓഡിയോ പ്ലേ ചെയ്തോ? ഞാൻ എന്താ പറഞ്ഞത്? ഷിഹാബിന് ഓർമ്മയില്ല ഷിഹാബ് തെറി പറഞ്ഞോ ഇല്ലയോന്ന്. ഷിഹാബിന് ഓർമ്മയില്ലേ? ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല. അതെ, അതിന്റെ ലിങ്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ കിടപ്പുണ്ട്. താങ്കൾ എടുത്തിട്ട് അങ്ങ് കേൾപ്പിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു മിനിറ്റ് ഇതിന്റെ അകത്തുള്ള പ്രശ്നം എന്താ അറിയോ? മുഹമ്മദ് എന്ന് പറയുന്ന പെണ്ണിനോടും അത്തറിനോടും മാത്രം പ്രിയമുള്ള ഒരു വ്യക്തി തന്റെ ഈ ഓർമ്മയിലും ചിന്തകളിലും വിചാരത്തിലും ഉണ്ടാകുന്ന പാപ സംബന്ധമായിട്ടുള്ള ജീവിതത്തിന്റെ ആശ്രയങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ഉണ്ടാക്കുകയും ആ പുസ്തകങ്ങളിലൂടെ കൈകടത്തലും കാലുകടത്തലും ഖുറാന്റെ അകത്തുള്ള കൈകടത്തിയും കാലുകടത്തിയും മറ്റുള്ളവരെ കൊല്ലാനും വ്യഭിചരിക്കാനും മോട്ടിക്കാനും പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് ഈ ഷിഹാബിനെ പോലുള്ളവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിന് മറുപടി പറയാനൂടെ നമ്മുടെ ആൾക്കാർ തയ്യാറായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയോ? ഇവർ ഏറ്റവും വലിയ വ്യഭിചാരത്തിന് അടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ ഇത്ര നേരം മറുപടിയില്ല. ഇവനെങ്ങനെ മറുപടി? ഇവനെങ്ങനെ മറുപടി പറയാനാ? ചോദ്യത്തിന് മറുപടി നിനക്ക് എവിടുന്നാണ് ഞാൻ തരാതെ? ഞാൻ ഇത് വായിക്കാൻ ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങളുടെയിലുള്ള ബൈബിൾ എടുത്തിട്ട് വായിക്കാൻ ഞാൻ എത്ര പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. നിന്റെ അല്ല, ഞാൻ പറയാം ഷിഹാബിനോട് എന്താ പറയാ? ഷിഹാബ് നീ ആ ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കാൻ പറ്റുന്നില്ല. നീ പേടിക്കല്ലേ? നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ പേടിക്കുന്നത് ഷിഹാബ്? ഷിഹാബ് പേടിക്കാതെ മറുപടി ഇല്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് പറയൂ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യും. നിങ്ങൾ ഇവിടെ പറയുന്നവനാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും മനസ്സിലായി. കാരണം മുജാഹിദുകൾ പിന്നെ ഡീസന്റ്. നീ എന്തിനാ ഷിഹാബേ? അല്ലല്ല ഒരു മൈക്ക് മ്യൂട്ട് ചെയ്തേ. മൈക്ക് ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മൈക്ക് മ്യൂട്ട് ചെയ്തേ. നീ ഷിഹാബെ, നീ എന്നോട് പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ പുസ്തകം എടുത്ത് വായിച്ചു. ഞാൻ തിരിച്ച് നിന്നോട് പറഞ്ഞു നിന്റെ ഇരിക്കുന്ന ബൈബിൾ ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് നിനക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അന്നേരം ഇപ്പൊ നീ അടുത്ത ചോദ്യം ചോദിച്ചോണ്ടിരിക്കുക. നീ ആ ബൈബിൾ വായിച്ചിട്ട് ഇനി സംസാരിച്ചാൽ മതി. നീ ആ ബൈബിൾ വായിച്ചു. ചോദ്യം ചോദിച്ചിട്ടില്ല. ആദ്യം ആര് പറഞ്ഞു? ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. നീ ചോദിച്ചു എന്നുള്ളത് ഉറപ്പാണ് ഷിഹാബെ. നീ ചോദിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ചോദ്യത്തിന് നീ ഇവിടെ പറഞ്ഞത് അജീഷെ, നീ ഇവിടെ പറഞ്ഞത് അൽ അംബിയ എന്ന് നീ വായിച്ചിട്ടില്ല. അതിന്റെ മുഖവരം നിനക്കൊന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ. നിന്നെ കേൾപ്പിച്ചത് നീ കേട്ടില്ലായിരുന്നു. വായിച്ചില്ലെന്നാ നിന്നെ കേൾപ്പിച്ചത്. അപ്പൊ നിന്റെ ചെവിക്ക് ആ ടാപ്പായിരുന്നു. നിന്റെ ചെവിക്ക് ആ ടാപ്പിരിക്കുമായിരുന്നു. അപ്പൊ വായിച്ചില്ലെന്നല്ലേ ആ കേൾപ്പിച്ചത്. ഓഡിയോ പ്ലേ ചെയ്തിട്ടല്ലേ? നിന്റെ ചെവിക്കകത്ത് മുഹമ്മദിനെ പോലെ ആപ്പിരിക്കുമായിരുന്നു. മുഹമ്മദിനെ പോലെ തൊളയിരിക്കുമായിരുന്നു ചെവിക്കകത്തോട്ട്.
എടാ ഓഡിയോ കേൾപ്പിച്ചിട്ടല്ലേടാ ഇത് പറഞ്ഞത്, നിനക്ക് അപ്പോഴും മനസ്സിലായില്ലേ? ഓഡിയോ കേൾപ്പിച്ചിട്ടല്ലേ പറഞ്ഞത്? മുഹമ്മദ് എന്ന വൃത്തികെട്ടവനെ അനുഗമിക്കുന്ന നിന്നെ പോലെയുള്ളവനെ വിശ്വസിക്കാൻ പറ്റുമോ? കള്ളത്തരം മാത്രം പറയാനും അണ്ണാക്കിലോട്ട് എന്തെങ്കിലും ആഹാരം തിന്നാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നിന്നെ പോലെയുള്ള നാറിയപ്പോ എന്നാ പറയാനാണ് ഷിഹാബ്? എച്ചരെങ്കിലും ഒരു നാണവും മാനവും വല്ലതും മനുഷ്യനായ കാണിക്കണം, മനസ്സിലായോ? ഓഡിയോ കേൾപ്പിച്ചിട്ട് അൽ അംബിയ എന്ന് അജീഷ് ബ്രദർ പറഞ്ഞില്ല എന്ന് 2 പ്രാവശ്യം ഓഡിയോ കേൾപ്പിച്ചിട്ട് നാണവും മാനവും ഇല്ലാതെ പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷിഹാബെ. എന്ത് വൃത്തികേടാണ് ഇത്? സമയം കളയുന്നത് നീ വെറുതെ. നിനക്ക് വല്ലതും പറയാൻ അറിയാമോ? ഒരു മിനിറ്റ്, ഇവൻ കള്ളനാണെന്ന് ഇപ്പൊ തെളിയിച്ചു തരാം. ഞാൻ ആമുഖം വായിച്ച കേൾപ്പിക്കാൻ പറഞ്ഞില്ല, അതേ കേട്ടോ. ഇഞ്ചിലിന്റെ പുറം ടൈമിൽ എന്നോട് വായിക്കാൻ പറഞ്ഞു, ഞാൻ വായിച്ചു. ഇനി താങ്കൾ നീ അള്ളാഹുന്റെ അടിമയല്ലേ? അടിമ ഇവിടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇത് നമ്മച്ചു അങ്ങോട്ടും ഞാനൊന്ന് രക്ഷപ്പെട്ടേ. അതെ, ഞാൻ ഉപകാരമാക്കി തരാം. ഒരു മിനിറ്റ്. ഷിനാദ് സ്വയം പൊങ്ങണ്ട, അവിടെ അവിടെ ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഷിനാദല്ല, ഷിഹാബ് ട്ടാ, ഷിഹാബ്. ഷിഹാബ് അവിടെ നിൽക്കില്ല. ഷിഹാബ് ഉണ്ടോ ഇവിടെ? പറഞ്ഞോളൂ. ഇഞ്ചിയിലെ മുഖവര പറഞ്ഞോളൂ. വായിച്ചോ, ഒന്ന് വായിച്ചേ. ഇഞ്ചിയിലെ മുഖവര ഒന്ന് വായിച്ചേ. പരമോന്നതനും സർവശക്തനുമായ ഇലാഹ് കഴിഞ്ഞ കാലത്ത് അവിടുത്തെ സത്യങ്ങൾ ക്രമാനുസൃതമായി തന്റെ സന്ദേശവാഹകരായ അൻബിയാക്കന്മാർക്കും റസൂലുകൾക്കും മുഖാന്തരം അറിയിച്ചു. തമ്പുരാന്റെ സത്യങ്ങളെ മനുഷ്യന് മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും പരിമിതി ഉള്ളത് കൊണ്ടാണ് അവ പടിപടിയായി തുടർച്ചയായി നൽകിയത്. ഈ വെളിപ്പാടുകൾ നമുക്ക് ലഭിച്ചത് ഇലാഹിന്റെ സന്ദേശവാഹകർ രേഖപ്പെടുത്തിയ കിതാബുകളിലൂടെയും ഏടുകളിലെയാണ്. തൗറാത്ത്, സബൂർ, സഹിഫ്, അൻബിയ ഈ 3 ഭാഗങ്ങളും ബൈബിളിലെ പഴയ നിയമത്തിലുണ്ട്. എന്തെങ്കിലും പ്രശ്നം എന്താ? ബാക്കി പറഞ്ഞു. സഹീഹുൽ അംബിയ അൽ നീ വായിക്കാൻ കിട്ടാണ്ടാണ് തനിക്കത്, മനസ്സിലായ? ഒന്ന് വായിച്ചൊന്നും കൂടി. സഹീഹുൽ അംബിയ എന്നാണത് കേട്ടാ, മനസ്സിലായ? സഹീഹുൽ. ശരി, ഒരു മിനിറ്റ് വായിക്കാൻ കിട്ടാത്തതിന്റെ അല്ലേ? അതെ, വായിക്കാൻ കിട്ടാത്ത. ശരി, ഓക്കെ. സഹീഹു അൽ അംബിയ എന്നാണ് അത് എഴുതാ. സഹീഹുൽ അംബിയ എന്നുള്ളത് സഹീഹു അൽ അംബിയ എന്നാണ്. നിങ്ങൾ അവിടെ അൽ വിട്ട് കളഞ്ഞിട്ടാണ് വായിച്ചത്, അത്രേ ഉള്ളൂ. നീ ഊടായി പിറക്കാതെ അങ്ങനെ വായിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഊടായി പിറക്കല്ലേ ഊടായി പിറക്കാതെ ഷിഹാബെ. വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ടില്ല, അത് കേൾപ്പിച്ചതാണ്. പിന്നെയും അത് തന്നെ അൽ അംബിയ. എന്തോ ഈ അൽ അംബിയ? തൗറാത്ത് എന്തുവാണെന്ന് പോലും അറിയാത്ത നിനക്ക് എന്ത് മനസ്സിലായി? എന്തോ തോറാന്ന് പറഞ്ഞാൽ എന്തുവാ? തോറാന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത, സബൂർ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാത്ത, ചക്ക എന്താ മാങ്ങ എന്താന്ന് തിരിച്ചറിയാൻ വയ്യാത്ത മമ്മൂഞ്ഞ് എന്തോ പറഞ്ഞു, ഖുറാനകത്ത് എന്തോ എഴുതി, അത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഷിഹാബേ, എന്റെ DP-ലോട്ടൊന്ന് നോക്കിയേ, കുഞ്ഞെന്റെ DP-യിലേക്ക് നോക്കിയേ, എന്നിട്ട് അതൊന്ന് വായിച്ചേ. നീ അല്ലംബിയ ഞാൻ വിഴുങ്ങിയതാണോ അല്ലയോ എന്നുള്ള ഒന്ന് നോക്കിട്ടൊന്ന് വായിപ്പിച്ചേ. നീ തന്നെ അങ്ങ് വായിച്ച ഷിഹാബ് വായിച്ചേ. എല്ലാരും വായിച്ചു. സൊഹീഹ് ഈ അംബിയ എന്നല്ല അത് എഴുതിയിട്ടുള്ളത്, സൊഹീഹുൽ അംബിയ എന്നാണ്. അത് നിങ്ങളുടെ ട്രാൻസ്ലേഷന്റെ പരിധിയാണെന്നത്. കള്ള നാണം കെട്ടവനെ, കള്ള. നീ എന്ത് വിചാരിച്ചു എന്റെ പുസ്തകം ഇല്ലാന്ന്? ഞാൻ പുസ്തകം കള്ള. നീ എന്തിനാണ് മുഹമ്മദിനെ പോലെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നത്? നാണം കെട്ടവനെ. ഞാൻ പുസ്തകം കള്ളത്തരം കാണിച്ച് ജീവിക്കാടാ, നാണം കെട്ടവനെ. കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നോടാ, നാണം കെട്ടവനെ. മുഹമ്മദിനെ പോലെ തന്നെ ജീവിക്കുന്നല്ലോടാ, നാണം കെട്ടവൻ. നീ എന്ത് വിചാരിച്ചു ഞാൻ പുസ്തകം ഇല്ലാതാണ് ഇപ്പൊ സംസാരിക്കുന്നതെന്നോ? അല്ല ഉണ്ടായിരുന്നു, അല്ല ഇല്ലാന്ന് പറഞ്ഞോ. നീ എന്ത് വിചാരിച്ച്? ഇതുപോലൊരു മുടിഞ്ഞ കള്ളനുമായിട്ടാണല്ലോ ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങേണ്ടി വന്നേനാണ്. എടാ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നത്? എടാ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം നീ? എടാ എന്തിനാണ് ഇങ്ങനെ ഒരു മുടിഞ്ഞ കള്ളനായിട്ട് ജീവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ മുടിഞ്ഞ കള്ളനെ പോലെ ജീവിക്കുന്നത്? എല്ലാരും വായിച്ചു. ഞാൻ എന്റെ പുസ്തകം ഇരിപ്പുണ്ട്, മുടിഞ്ഞ കള്ള. നീ എന്ത് വിചാരിച്ച്? നീ എന്ത് വിചാരിച്ച്? അല്ലു വായിച്ചെന്ന് മുടിഞ്ഞ കള്ളൻ. എടാ മുടിഞ്ഞ കള്ളൻ, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അല്ല രാവിലെ എത്ര കള്ളത്തരം പറഞ്ഞു. ഇപ്പൊ എത്ര കള്ളത്തരം അവൻ കള്ളത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ മുടിഞ്ഞ കള്ളനുമായിട്ടാണല്ലോ എന്റെ കർത്താവ് ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങിയത്. ഈ കള്ളത്തരത്തിന്റെ ആത്മാവായി പോയല്ലോ ഇവൻ.
അവനെ ഞാനിവിടെ വോയിസ് കേൾപ്പിച്ചപ്പോഴേലും അവൻ പറയണ്ടേ എടാ മോനെ നിന്നെ ഞാൻ പിടിക്കുമെന്നുള്ളത്. തിരിച്ച് വോയിസ് കേൾപ്പിച്ചപ്പോഴേലും നീ ബോധ്യമാക്കണ്ടേ. അജീഷ് ബ്രദറെ ഓടി ഓടുക രണ്ട് പ്രാവശ്യം ഓഡിയോ കേൾപ്പിച്ചിട്ട് അവൻ അവിടെ തന്നെ നിൽക്കുക. ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങളത് നോക്കിയേ, എന്റെ ഇരിക്കുന്ന പുസ്തകത്തിലുള്ള സാധനമല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ. ഞാൻ വേറെ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഇതേ പുസ്തകം ചിലപ്പോൾ നസ്രന്റെ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയിലും കാണും. ഞാൻ നമ്മുടെ ഒരു ജയത്തിന് വേണ്ടി ഞാനൊരു കള്ളത്തരം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പ് ഞാൻ കള്ളനാവുകയല്ലേ ചെയ്യുന്നത്? ശരിയല്ലേ? ചിലപ്പോ ഈ പുസ്തകം എന്റെ അല്ലെങ്കിൽ അലിപ്പാർസിന്റെ കാണും. ഞാനൊരു പുസ്തകത്തിന്റെ പേജ് നമ്പർ പറഞ്ഞ് നമ്മൾ വായിക്കുന്നതിന്റെ കാരണം എന്താ അറിയോ? ഓരോരുത്തരുടെ ലൈബ്രറിയിലും ചിലപ്പോൾ അവർ മേടിച്ചിട്ട് വായിക്കാതിരിക്കുന്ന പുസ്തകമായിരിക്കും. അപ്പോഴായിരിക്കും അവർക്കൊരു ചിന്ത വരുന്നത്, എടാ ഇത് എന്റെ പുസ്തകം എന്റെ പുസ്തക ശേഖരത്തിലുണ്ടല്ലോ, അന്നാ പിന്നെ എടുത്തൊന്ന് നോക്കണമല്ലോ എന്നും പറഞ്ഞാൽ ആ പുസ്തകം എടുത്ത് തുറന്നു നോക്കി അവരൂടെ വായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ TF-ന്റെ ആൾക്കാർ മുഴുവനും, നസ്രേന ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ട് പേജ് നമ്പർ പറഞ്ഞ് ഇത്രാമത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നതിന്റെ കാരണം എന്താ? നിങ്ങളുടെയിലൊക്കെ പുസ്തകം ഇരിപ്പുണ്ടെങ്കിൽ എടുത്തൊന്ന് വായിക്കാൻ വേണ്ടിയാണ്, അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ പുസ്തകം ഈ ഇഞ്ചീല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അലിപ്പാർസിന്റെ കാണും. ഇത് സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, ഇത് 4 എണ്ണമായിട്ട് മാത്രം ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ അകത്ത് ഉള്ള സാധനം എൻ്റെ കയ്യിലുള്ള പോലെ തന്നെ അലിപ്പാർസിന്റെ കാണും. അങ്ങനെ ഓരോരുത്തരുടെ ഈ പുസ്തകമുണ്ട്. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു കോപ്പി, അതുകൂടാതെ വേറെ ഒരു കോപ്പി, 2 കോപ്പി ഇരിപ്പുണ്ട്. അതിപ്പോ വേറെ ഒരാൾ ഇപ്പൊ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ എനിക്ക് വേണമെന്ന്. അതിപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അതിപ്പോ ഇങ്ങനെ നമ്മുടെ ഇരിക്കുന്ന പുസ്തകം തുറന്ന് വായിക്കുന്നതിന്റെ കാരണം എന്തുവാ? എല്ലാവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയാ. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് തിരു കള്ളനുമായിട്ട് വന്നിരിക്കുന്നത്.